ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സപ്ലിമെൻ്ററി റീഡറിലെ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ദ ട്രയംഫ് ഓഫ് സർജറി എന്നാണ് കഥയുടെ പേര്. അപ്പോൾ ഇത് ഒരു ഡോഗിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കഥ എഴുതിയിരിക്കുന്നത് ജെയിംസ് ഹെറിയറ്റ് എന്ന് പറയുന്ന ഒരു ഓതറാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിലെ ഓതർ, അല്ലേ? ദ നരേറ്റർ. അപ്പോൾ നരേറ്ററായിട്ട് നിൽക്കുന്നത് ആര് തന്നെയാണ്? ജെയിംസ് ഹെറിയറ്റ് തന്നെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് പേഴ്സണായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ്. ഓക്കെ, നമുക്ക് കഥയിലേക്ക് നോക്കാം. അപ്പോൾ ഈ ട്രയംഫ് ഓഫ് സർജറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഓപ്പറേഷൻ എന്നുള്ളൊരു അർത്ഥത്തിലല്ല, ഒരു പ്രവർത്തനം എന്നുള്ളൊരു അർത്ഥത്തിലൂടെയാണ്. ഓക്കെ, അപ്പോഴിവിടെ നോക്കി, ട്രിക്കി a small dog is pampered and overfed by his rich mistress. He falls seriously ill and his mistress consults a veterinary surgeon. Does he perform an operation? Does the dog recover? ഓക്കെ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യനോട് കൂടിയാണ് കഥ ആരംഭിച്ചിരിക്കുന്നത്. കാര്യമെല്ലാം തുടക്കത്തിലേ പറയുന്നുണ്ട്. എന്താണ്? ട്രിക്കി എന്ന് പറയുന്ന എ സ്മോൾ ഡോഗ്, അല്ലേ, ഒരു ഡോഗ് is pampered and overfed by his rich mistress, അല്ലേ? he is pampered എന്ന് വെച്ചാൽ എന്താണ്? അതിയായി എന്ത് ചെയ്യുക? പരിപാലിക്കുക, അല്ലേ? he is pampered and overfed, അല്ലേ? ഓവർ ഫീഡ് ചെയ്യുക എന്ന് വെച്ചാൽ അധികമായി ഫുഡ് കൊടുക്കുക, അല്ലേ? അപ്പോൾ അധികം താലോലിച്ചും അധികം എന്ത് ചെയ്തും ഭക്ഷണം കൊടുത്തും ഈ ട്രിക്കി എന്ന് പറയുന്ന എന്താണ് ഡോഗ് അസുഖം ബാധിച്ചു. ഹി ഫോൾ സീരിയസ്ലി ഇൽ, അല്ലേ? അവന് നല്ല ഗുരുതരമായ അസുഖം. ആൻഡ് ഹിസ് മിസ്ട്രസ് കൺസൾട്ട് എ വെറ്റിനറി സർജൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ മിസ്ട്രസ്, അവൻ്റെ യജമാനത്തി, ട്രിക്കിയുടെ യജമാനത്തി എന്ത് ചെയ്യുകയാണ്? ഒരു വെറ്റിനറി സർജനെ കാണുകയാണ്. ഓക്കെ, അപ്പോൾ ട്രിക്കിയുടെ അസുഖം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വെറ്റിനറി സർജനെ കാണുകയാണ്. ഡസ് ഹി പെർഫോം ആൻ ഓപ്പറേഷൻ, അല്ലേ? അപ്പോൾ ട്രിക്കിയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം ഒരു ഓപ്പറേഷൻ നടത്തുമോ? ഡസ് ദ ഡോഗ് റിക്കവർ, അല്ലേ? ആ ഡോഗ് റിക്കവർ ആകുമോ എന്നുള്ളതാണ് ഈ കഥയിൽ ട്രയംഫ് ഓഫ് സർജറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പം നോക്കിയേ, ഐ വാസ് റിയലി വറീഡ് അബൌട്ട് ട്രിക്കി ദിസ് ടൈം. ഐ ഹാഡ് പുൾഡ് അപ്പ് മൈ കാർ വെൻ ഐ സോ ഹിം ഇൻ ദ സ്ട്രീറ്റ് വിത്ത് ഹിസ് മിസ്ട്രസ് ആൻഡ് ഐ വാസ് ഷോക്ക്ഡ് അറ്റ് ഹിസ് അപ്പിയറൻസ്. ഹി ഹാഡ് ബിക്കം ഹ്യൂജ്ലി ഫാറ്റ് like a bloated sausage with a leg at each corner. His eyes, bloodshot and rheumy, stared straight ahead and his tongue lolled from his jaws. നോക്കാം, I was really worried about Tricky this time, അല്ലേ? ഈ സമയം I was really worried about Tricky, അല്ലേ? ഞാൻ ട്രിക്കിയെ കുറിച്ചോർത്ത് വളരെയധികം worried ആയിരുന്നു. I had pulled up my car when I saw him in the street with his mistress. I had pulled up my car എന്ന് വെച്ചാൽ എന്താ? I had stopped my car when I saw him in the street with his mistress. അവൻ്റെ മിസ്ട്രസ്സിനോടൊപ്പം സ്ട്രീറ്റിൽ വെച്ചിട്ട് ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കാറ് നിർത്തി. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ് അറ്റ് ഹിസ് അപ്പിയറൻസ്. അവൻ്റെ രൂപം കണ്ട് ഞാൻ എന്ത് ചെയ്തു? ഐ വാസ് ഷോക്ക്ഡ്, അല്ലേ? ഞാൻ അമ്പരന്ന് പോയി. ഹി ഹാഡ് ബിക്കം ഹ്യൂജ്ലി ഫാറ്റ്. അവൻ എന്തായി മാറിയിരിക്കുന്നു? ഹ്യൂജ്ലി ഫാറ്റ്, അല്ലേ? നല്ല തടിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെയോ, ലൈക്ക് എ ബ്ലോട്ടഡ് സോസേജ് വിത്ത് എ ലെഗ് അറ്റ് ഈച്ച് കോർണർ, അല്ലേ? ലൈക്ക് എ ബ്ലോട്ടഡ് സോസേജ് എന്താണ്? ഒരു മാംസ കഷ്ടം പോലെ ആയിരിക്കുന്നു, അല്ലേ? ചീർത്ത, ബ്ലോട്ടഡ് എന്ന് വെച്ചാൽ എന്താണ്? ചീർത്ത. സോസേജ് എന്ന് വെച്ചാൽ മാംസമാണ്. അപ്പോൾ എന്താണ്? ഒരു ചീർത്ത മാംസ കഷ്ടം പോലെ, സൈഡിൽ 4 കാലൊക്കെ ഉള്ള ഒരു മാംസ കഷ്ടമായി ഈ ട്രിക്കി എന്ന് പറയുന്ന ഡോഗ് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകളാകട്ടെ ബ്ലഡ് ഷോട്ട് ആൻഡ് റൂമി, അല്ലെ? ചുവന്ന് റൂമി, നനഞ്ഞ് ഇരിക്കുന്നു. സ്റ്റേഡ് സ്ട്രൈറ്റ് എഹഡ് ആൻഡ് ഹിസ് ടങ് ലോൾഡ് ഫ്രം ഹിസ് ജോസ്, അല്ലേ? അപ്പോൾ കണ്ണുകളൊക്കെ എന്താണ്? ഇങ്ങനെ നനഞ്ഞ് അതുപോലെ തന്നെ ചുവന്ന് എന്താണ്? മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. പിന്നെ അവൻ്റെ നാക്കാണെങ്കിലോ ജോസിന്, താടിക്ക് താഴേക്ക് ഊർന്ന് കിടക്കുന്നു. അതായത് നാക്കൊക്കെ വെളിയിലിട്ട് അവൻ കിടക്കുകയാണ്. മിസ്സസ് പാംഫ്രി ഹേസ്റ്റൻ ടു എക്സ്പ്ലെയിൻ. He was so listless, Mr. Harriot. He seemed to have no energy. I thought he must be suffering from malnutrition. So I have been giving him some little extras between meals to build him up.
Some malt and cold liver oil and a bowl of Horlicks at night to make him sleep. Nothing much real. അപ്പോൾ പറയാം, മിസ്സസ് പംഫ്രി ഹേസ്റ്റൺ ടു എക്സ്പ്ലൈൻ. മിസ്സസ് പംഫ്രി എക്സ്പ്ലൈൻ ചെയ്യാൻ തുടങ്ങി കാര്യം. അപ്പോൾ മിസ്സസ് പംഫ്രി എന്ന് പറയുന്ന പേഴ്സൺ ആണ് ആരുടെ? ട്രിക്കിയുടെ മിസ്ട്രസ് അല്ലേ. അങ്ങനെ പംഫ്രി എക്സ്പ്ലൈൻ ചെയ്യുകയാണ്. എന്താ പറയുന്നത്? ഹി വാസ് സോ ലിസ്ലെസ് മിസ്റ്റർ ഹെറിയറ്റ്. അവൻ ലിസ്ലെസ് ആണ്, അതായത് അവൻ ടയേർഡ് ആണ് അല്ലേ എന്ന് പറഞ്ഞു. ഹി സീംഡ് ടു ഹാവ് നോ എനർജി. അവൻ എന്തില്ല? എനർജി ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. ഐ തോട്ട്, ഞാൻ കരുതി, ഹി മസ്റ്റ് ബി സഫറിങ് ഫ്രം മാൽന്യൂട്രീഷൻ. അവൻ എന്തിൽ നിന്ന്? മാൽന്യൂട്രീഷൻ കാരണം കഷ്ടപ്പെടുകയാണ്, പോഷകാഹാര കുറവ് കാരണം കഷ്ടപ്പെടുകയാണെന്നാണ് ഞാൻ കരുതിയത്. സോ അതുകൊണ്ട് ഐ ഹാവ് ബീൻ ഗിവിങ് ഹിം സം ലിറ്റിൽ എക്സ്ട്രാസ് ബിറ്റ്വീൻ മീൽസ് അല്ലേ. അവന് സാധാരണ കൊടുക്കുന്ന ആഹാരത്തിനോടൊപ്പം ലിറ്റിൽ എക്സ്ട്രാസ്, കുറച്ചുകൂടി ഞാൻ അവന് കൊടുക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് കൊടുത്തത്? സം മാൾട്ട് ആൻഡ് കോൾഡ് ലിവർ ഓയിൽ അല്ലേ. മാൾട്ട് ആൻഡ് കോൾഡ് ലിവർ ഓയിൽ, ലിവർ കൊണ്ടുണ്ടാക്കിയ ഓയിൽ. പിന്നെയോ ആൻഡ് എ ബോൾ ഓഫ് ഹോളിക്സ്. അതുപോലെ തന്നെ എന്താണ്? ഹോളിക്സ് ഒക്കെ അറ്റ് നൈറ്റ് ടു മേക്ക് ഹിം സ്ലീപ്പ് അല്ലേ. അവന് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് അവന് രാത്രി കുറച്ച് ഹോളിക്സും അതുപോലെ തന്നെ എന്താണ് ലിവർ ഓയിലും ഒക്കെ ഞാൻ എന്ത് ചെയ്തു? അവന് കുറച്ച് കൊടുക്കാൻ തുടങ്ങി. നത്തിങ് മച്ച് റിയലി, കൂടുതലായിട്ടൊന്നുമില്ല എന്നവർ പറഞ്ഞു. ആൻഡ് ഡിഡ് യു കട്ട് ഡൗൺ ദ സ്വീറ്റ് തിങ്സ് as I told you? Oh, I did for a bit, but he seemed to be so weak I had to relent. He does love cream cakes and chocolate, so I can bear to refuse him. I looked down again at the little dog. That was the trouble. Tricky's only fault was greed. He had never been known to refuse food. He would take a meal at any hour of the day or night, and I wondered about all the things Mrs. Pumphrey hadn't mentioned. Are you giving him plenty of exercise? Well, he has his little walks with me, as you can see, but Hodgkin, the gardener, has been down with the lumbago, so there has been no ring throwing lately. Papari, and did you cut down the sweet things as I told you? Doctor ചോദിക്കാൻ, did you cut down the sweet things? അല്ലേ, മധുരമുള്ള പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് കട്ട് ഡൗൺ ചെയ്തോ, നിർത്തിയോ എന്ന് ചോദിച്ചു. ഓ ഐ ഡിഡ് ഫോർ എ ലിറ്റിൽ ബിറ്റ് അല്ലേ, കുറച്ച് ഞാനൊന്ന് നിർത്തിയതാണ്. ബട്ട് ഹി സീംഡ് ടു ബി സോ വീക്ക് ഐ ഹാഡ് ടു റിലൻ. പക്ഷേ അവനെന്താണ്? വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവന് കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ മധുരമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും എന്ത് ചെയ്യാണ്? പംഫ്രി അതെല്ലാം അവന് കൊടുക്കുക. പിന്നെയോ ഐ ക്യാൻ ബിയർ ടു he does love cream cakes and chocolates അല്ലേ. he does love cream cakes and chocolates. അവൻ ധാരാളം ക്രീം കേക്ക്സും ചോക്ലേറ്റ്സും എല്ലാം എന്ത് ചെയ്യാറുണ്ട്? കഴിക്കാറുണ്ട്. പിന്നെയോ ഐ ക്യാൻ ബിയർ ടു റെഫ്യൂസ് ഹിം. അതുകൊണ്ട് തന്നെ അവനെ റെഫ്യൂസ് ചെയ്യാൻ, അവനെ തടയാൻ എനിക്ക് കഴിയാറില്ല അല്ലേ. അപ്പോൾ അവൻ ധാരാളം ക്രീം കേക്ക്സും അതുപോലെ ചോക്ലേറ്റ്സും ഒക്കെ കഴിക്കുന്നു, അതൊക്കെ അവന് ഇഷ്ടമാണ്. എനിക്കൊരിക്കലും അവനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അതിൽ നിന്ന് വിലക്കാൻ സാധിക്കില്ല എന്ന് പംഫ്രി പറഞ്ഞു. ഐ ലുക്ക് ഡൗൺ എഗെയിൻ അറ്റ് ദ ലിറ്റിൽ ഡോഗ്. ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ആ ലിറ്റിൽ ഡോഗിനെ നോക്കി. ദാറ്റ് വാസ് ദ ട്രബിൾ അല്ലേ. അത് തന്നെയായിരുന്നു കഷ്ടം, അതായത് കാണുന്നതേ കഷ്ടം എന്നൊക്കെ നമ്മൾ പറയും. ട്രിക്കീസ് ഓൺലി ഫോൾട്ട് വാസ് ഗ്രീഡ്. ട്രിക്കിയുടെ ഒരേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് വാസ് ഗ്രീഡ് അല്ലേ. ഗ്രീഡായിരുന്നു അവൻ്റെ ഒരേ ഒരു പ്രശ്നം. പിന്നെയോ he had never been known to refuse food. He had never been known to refuse food. അവൻ ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നതായിട്ട്? ഫുഡ് റെഫ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ അറിയത്തേയില്ല അല്ലേ. അപ്പോൾ അവൻ ഒരിക്കൽ പോലും ആഹാരത്തിനോട് നോ എന്ന് പറയാറില്ല. അവൻ എപ്പോഴും ആഹാരം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ്റെ ഒരേ ഒരു പ്രശ്നം ഗ്രീഡ്, ആർത്തി മാത്രമായിരുന്നു അവൻ്റെ പ്രശ്നം. He had never been known to refuse food. He would tackle a meal at any hour of the day or night അല്ലേ. രാത്രിയാകട്ടെ പകലാകട്ടെ ഒരു ആഹാരം, അതായത് ഒരു മീൽ അവന് കൊടുക്കുന്നത് അവനെ ടാക്കിൾ ചെയ്യാൻ അല്ലേ, അതായത് അവൻ എടുക്കാൻ വലിയ സമയമൊന്നും രാത്രിയായാലും പകലായാലും വേണ്ടിയിട്ട് എപ്പോൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാലും അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കഴിച്ചുകൊണ്ടേയിരിക്കും. And I wondered about all the things Mrs. Pumphrey hadn't mentioned അല്ലേ. അപ്പം മിസ്സസ് പംഫ്രി ഇതുവരെയും മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചായിരുന്നു, അതായത് ഇതുവരെയും പറയാത്ത കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ വറീഡായത്. എന്താണ് ആ കാര്യം? ആർ യു ഗീവിങ് ഹിം പ്ലെൻറ്റി ഓഫ് എക്സസൈസ്? അവന് നിങ്ങൾ നല്ല എക്സസൈസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വെൽ ഹി ഹാസ് ഹിസ് ലിറ്റിൽ വാക്സ് വിത്ത് മീ as you can see അല്ലേ. നിങ്ങൾക്ക് കാണാമല്ലോ, എന്നോടൊപ്പം അവൻ ചെറിയ വാക്സിനൊക്കെ നടക്കാനൊക്കെ വരും.
ബട്ട് ഹോട്ട്സ്കിൻ ദ ഗാർഡനർ, പക്ഷേ ഹോട്ട്സ്കിൻ എന്ന് പറയുന്ന ഗാർഡനർ ഹാസ് ബീൻ ഡൗൺ വിത്ത് ലംബാഗോ, അല്ലെ ലംബാഗോ പിടിച്ച് കിടക്കുകയാണ്. ലംബാഗോ എന്ന് വെച്ചാൽ എന്താണ്? ബാക്ക് പെയിൻ, ഓക്കെ, നടുവേദന, അല്ലെ. അപ്പോൾ ലംബാഗോ പിടിച്ച് കിടക്കുകയാണ്. സോ ദേ ഹാസ് ബീൻ നോ റിംഗ് ത്രോയിങ് ലേറ്റ്ലി, അതുകൊണ്ട് തന്നെ കുറച്ച് കാലമായിട്ട് എന്തില്ല? റിംഗ് ത്രോയിങ്, അല്ലേ, ഒന്നും ഇല്ല. അപ്പോൾ അവന് പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും കുറച്ച് കാലമായിട്ട് കിട്ടുന്നില്ല എന്ന് അർത്ഥം. എന്നിട്ടോ I tried to sound severe. Now I really mean this. If you don't cut his foot right down and give him more exercise, he is going to be really ill. You must harden your heart and keep him on a very strict diet. Mrs. Pumphrey wrung her hands. Oh, I will, Mr. Harriet. I am sure you are right, but it is so difficult, so very difficult. She set off, head down along the road, as if determined to put the new regime into practice immediately. I tried to sound severe. ഞാൻ കുറച്ചുകൂടി സിവിയർ ആയിട്ട്, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യം പറയാൻ ശ്രമിച്ചു. Now I really mean this, അല്ലേ, എന്നിട്ട് പറഞ്ഞു Now I really mean this. ഞാനിപ്പോൾ ശരിക്കും പറയുകയാണ്. If you don't cut his food right down, അല്ലേ, അവൻ്റെ ഫുഡ് നിങ്ങൾ കട്ട് ഡൗൺ ചെയ്തില്ല എങ്കിൽ, കുറച്ചില്ല എങ്കിൽ, ആൻഡ് ഗീവ് ഹിം മോർ എക്സസൈസ്, അല്ലേ, അവന് കൂടുതൽ എക്സസൈസ് നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ, ഹീ ഈസ് ഗോയിങ് ടു ബി റിയലി ഇൽ, അല്ലേ, അവന് ശരിക്കും എന്ത് നല്ല അസുഖം ബാധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തില്ല എങ്കിൽ, നിങ്ങൾ അവൻ്റെ ആഹാരം കട്ട് ചെയ്ത് അവന് നല്ല വ്യായാമവും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവൻ ഉറപ്പായും സീരിയസ്ലി ഇൽ, അല്ലേ, ശരിക്കും അസുഖം ബാധിക്കും എന്ന് പറഞ്ഞു. യു മസ്റ്റ് ഹാർഡൻ യുവർ ഹാർട്ട്, നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? യു മസ്റ്റ് ഹാർഡൻ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹാർട്ട് ഹാർഡൻ ചെയ്യേണ്ടിയിരിക്കുന്നു, കഠിനമാക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് കീപ് ഹിം ഓൺ എ വെരി സ്ട്രിക്റ്റ് ഡയറ്റ്, അതുപോലെ തന്നെ എന്താണ്, അവനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അവന് പ്രിഫർ ചെയ്യുക, അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് കഠിനമാക്കി, അതായത് ഒരുപാട് സ്നേഹം കാണിക്കാതെ അവൻ ആവശ്യമുള്ള ഫുഡ് മാത്രം കൊടുത്ത് നല്ല എക്സസൈസ് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ അസുഖം ബാധിക്കുമെന്ന് പറഞ്ഞു. മിസ്സസ് പംഫ്രി റോങ് ഹർ ഹാൻഡ്സ്, അല്ലേ, മിസ്സസ് പംഫ്രി അവരുടെ കൈകൾ തിരുമ്മിക്കൊണ്ട് പറയാം. ഓ ഐ വിൽ മിസ്റ്റർ ഹെറിയറ്റ്, അല്ലേ, ഞാനത് ചെയ്യും മിസ്റ്റർ ഹെറിയറ്റ് എന്ന് പറഞ്ഞു. ഐ ആം ഷുവർ യു ആർ റൈറ്റ്, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ്. ബട്ട് ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്, പക്ഷേ അത് വളരെ ഡിഫിക്കൽട്ടാണ്, അല്ലേ, വളരെ പ്രയാസകരമാണ്. സോ വെരി ഡിഫിക്കൽട്ട്, വളരെ വളരെ പ്രയാസകരമാണ്. ഷീ സെറ്റ് ഓഫ്, അവർ പോയി. ഹെഡ് ഡൗൺ എലോങ് ദ റോഡ്, അല്ലേ, ആ റോഡിലൂടെ പോയി. എങ്ങനെയാ? ആസ് ഇഫ് ഡിറ്റർമൈൻഡ് ടു പുട്ട് ദ ന്യൂ റെജിം ഇൻ ടു പ്രാക്ടീസ് ഇമ്മീഡിയറ്റ്ലി. ആസ് ഇഫ് എന്ന് വെച്ചാൽ എന്ന പോലെ എന്നാണ് അർത്ഥം. ആസ് ഇഫ് ഡിറ്റർമൈൻഡ് ദൃഢനിശ്ചയം എടുക്കുക, ദൃഢനിശ്ചയം എടുത്തു എന്ന പോലെ. എന്തിനു വേണ്ടിയിട്ട്? ടു പുട്ട് എ ന്യൂ റെജിം ഇൻ ടു പ്രാക്ടീസ് ഇമ്മീഡിയറ്റ്ലി, അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഒരു ന്യൂ റെജിം, ഒരു ന്യൂ ഭരണ സംവിധാനം, അല്ലെ, ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരാൻ ഉറച്ച് തീരുമാനിച്ചതുപോലെ അവരവിടെ നിന്ന് നടന്നു. അതായത് ഒരു പുതിയ സിസ്റ്റമാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ആരുടെ കാര്യത്തിൽ? ട്രിക്കിയുടെ കാര്യത്തിൽ. കാരണം ട്രിക്കി ഇപ്പോൾ എങ്ങനെയാണ്? ട്രിക്കി വളരെ അധികം ആഹാരമൊക്കെ കഴിച്ച് എങ്ങനെയായിട്ടിരിക്കുകയാണ്? വളരെ വീക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആഹാരമെല്ലാം കുറച്ച് ഒരു സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ കീപ്പ് ചെയ്യുമെന്ന് എന്താണ് വളരെയധികം ഉദ്ദേശിച്ചുകൊണ്ട് ആര് പോവുകയാണ്? പംഫ്രി പോവുകയാണ്. ഓക്കെ. The expected call came within a few days. Mrs. Pumphrey was distraught. Tricky would eat nothing, refused even his favorite dishes, and besides, he had bouts of vomiting. He spent all his time lying on a rug, panting. Didn't want to go for walks, didn't want to do anything. I had made my plans in advance. The only way was to get Tricky out of the house for a period. I suggested that he be hospitalized for about a fortnight to be kept under observation. The poor lady almost swooned. She was sure he would pine and die if he did not see her every day. But I took a firm line. Tricky was very ill and this was the only way to save him. In fact, I thought it best to take him without delay, and followed by Mrs. Pumphrey's wailings, I marched out the car carrying the little dog wrapped in a blanket. Okay. The expected call came within a few days, അല്ലേ, വിത്തിൻ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ദ എക്സ്പെക്റ്റഡ് കോൾ കെയിം. എന്താണ്? പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഒരു വിളി വന്നു. അതായത് ഇദ്ദേഹം പ്രതീക്ഷിച്ചു ട്രിക്കിക്ക് ഉടനെ തന്നെ എന്താകും? അസുഖമാകുമെന്ന്, അല്ലേ. അപ്പോൾ ഈ പംഫ്രി ഇതൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഇവനോട് ഇങ്ങനെ സ്ട്രിക്റ്റ് ആകില്ല എന്ന് ആർക്ക് തന്നെ അറിയാമായിരുന്നു? ഹെറിയറ്റിന് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ എന്ത് ചെയ്തു? വിളി വന്നു.
എന്നിട്ടോ സോറി അതിന് മുന്നേ ഒരു പാരഗ്രാഫ്. ഐ വാച്ച്ഡ് ദെയർ പ്രോഗ്രസ് വിത്ത് ഗ്രോയിങ് കൺസേൺ. അല്ലെ, ഐ വാച്ച്ഡ് ദെയർ പ്രോഗ്രസ് വിത്ത് ഗ്രോയിങ് കൺസേൺ. ഞാൻ വളരെ കൺസേണോട് കൂടി ആ പ്രോഗ്രസ് അല്ലെ അത് നോക്കി നിന്നു. Tricky was tottering along in his little tweed coat. He had a old wardrobe of these coats for the cold weather and a raincoat for the wet days. He struggled on, dropping in his harness. I thought it wouldn't be long before I heard from Mrs. Pumphrey. അല്ലേ, അപ്പോൾ ട്രിക്കിയെ നോക്കിയപ്പോൾ തന്നെ എന്ത് ചെയ്യാമായിരുന്നു, ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു അല്ലേ. അപ്പോൾ അവന് എന്താണ് ഒരുപാട് ഇവരിങ്ങനെ എന്ത് ചെയ്യാണ്, പാമ്പർ ചെയ്യുകയാണ്, കൊഞ്ചിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവൻ എന്തുണ്ട്, എപ്പോഴും ഇടാൻ വ്യത്യസ്തമായിട്ടുള്ള കോട്ടുകൾ പോലുമുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം നോക്കി നിന്നിട്ട് ഇദ്ദേഹം വിചാരിച്ചു എന്താണ്, ഉടനെ തന്നെ മിസ്സസ് പംഫ്രിയുടെ വായിൽ നിന്ന് തന്നെ എന്ത് കേൾക്കാം, ഇവൻ വളരെയധികം അസുഖത്തിലാണ് എന്ന് ഉടനെ തന്നെ കേൾക്കാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്, അവരുടെ കോള് വരുന്നത്. മിസ്സസ് പംഫ്രി വാസ് ഡിസ്ട്രോട്ട്. പംഫ്രി എങ്ങനെയായിരുന്നു, ഷി വാസ് ഡിസ്ട്രോട്ട് അല്ലേ, വളരെ ഡിസ്ട്രസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, വളരെ നിരാശയായിരുന്നു, വളരെ സങ്കടത്തിലായിരുന്നു. കാരണം എന്താ, ട്രിക്കി വുഡ് ഈറ്റ് നത്തിങ്. ട്രിക്കി ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, കഴിക്കുന്നില്ല. റിഫ്യൂസ്ഡ് ഈവൻ ഹിസ് ഫേവറേറ്റ് ഡിഷസ്. അവൻ്റെ ഫേവറേറ്റ് ഡിഷസ് പോലും, അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം പോലും അവൻ റെഫ്യൂസ് ചെയ്യുന്നു അല്ലേ, നിരസിക്കുന്നു. ആൻഡ് ബിസൈഡ്സ്, അതിലുപരിയായി ഹി ഹാഡ് ബോർഡ്സ് ഓഫ് വൊമിറ്റിംഗ്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഹി സ്പെൻഡ് ഓൾ ഹിസ് ടൈം ലൈയിങ് ഓൺ എ റക്ക് അല്ലെ, പാൻഡിങ് ഹെവിലി. എപ്പോഴും അവൻ എന്താണ് ചെയ്യുന്നത്, കിടപ്പാണ് അല്ലെ, പാൻഡിങ് ഹെവിലി. ശക്തമായി കിതച്ചുകൊണ്ട് അവൻ എപ്പോഴും കിടക്കുകയാണ്, അവനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഡിഡൻറ്റ് വോണ്ട് ടു ഗോ ഫോർ വാക്സ്. അവനിപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നടക്കാൻ പോകണ്ട. ഡിഡൻറ്റ് വോണ്ട് ടു ഡു എനിത്തിങ്. അവനൊന്നും ചെയ്യേണ്ട, അവൻ എന്ത് ചെയ്താൽ മതി, കിടന്നാൽ മതി അല്ലെ, ആഹാരവും വേണ്ട. ഐ ഹാഡ് മെയ്ഡ് മൈ പ്ലാൻസ് ഇൻ അഡ്വാൻസ്. ഞാൻ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഓൺലി വേ വാസ് ടു ഗെറ്റ് ട്രിക്കി ഔട്ട് ഓഫ് ദ ഹൗസ് ഫോർ എ പീരീഡ് അല്ലേ. എന്ത് ചെയ്താൽ മതി, ഇവനെ ഈ ട്രിക്കിയെ കുറച്ചു കാലത്തേക്ക് വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ എല്ലാം ഇദ്ദേഹം നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ സജസ്റ്റഡ് ദാറ്റ് ഹി ബി ഹോസ്പിറ്റലൈസ്ഡ് ഫോർ അബൌട്ട് എ ഫോർട്ട്നൈറ്റ് ടു ബി കെപ്റ്റ് അണ്ടർ ഒബ്സർവേഷൻ. ഐ സജസ്റ്റഡ്, ഞാൻ സജസ്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്, ദാറ്റ് ഹി ബി ഹോസ്പിറ്റലൈസ്ഡ്. ട്രിക്കി എന്ത് ചെയ്തിരിക്കണം, ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. ഫോർ അബൌട്ട് എ ഫോർട്ട്നൈറ്റ്, എത്ര നാളത്തേക്ക്, 15 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കണം. ടു ബി കെപ്റ്റ് അണ്ടർ ഒബ്സർവേഷൻ അല്ലേ, അവൻ അവിടെ ഒബ്സർവേഷനിൽ, നിരീക്ഷണത്തിൽ കിടക്കട്ടെ. അപ്പോൾ 10-15 ദിവസം എന്താണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാമെന്ന് ആര് കരുതി, ഹെറിയറ്റ് കരുതി. ദ പുവർ ലേഡി ഓൾമോസ്റ്റ് swooned. She was sure he would pine and die if he did not see her every day. അല്ലേ, ഷി വാസ് ഷുവർ അല്ലേ. അപ്പോൾ ഈ ലേഡി ഇത് കേട്ട് തകർന്നു പോയി. കാര്യം എന്താണ്, ഷി വാസ് ഷുവർ, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇഫ് ദ ഡോഗ് ഹാഡൻറ്റ് സീൻ ഹെർ അല്ലേ, എന്താണ്, ആ പട്ടി ഇവരെ കാണുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അത് വേദനിച്ച് മരിച്ചു പോകും അല്ലെ. ഇവരെ കാണാണ്ട് സങ്കടപ്പെട്ട് ആ പട്ടി മരിച്ചു പോകുമെന്നാണ് ആര് കരുതിയിരിക്കുന്നത്, പംഫ്രി കരുതിയിരിക്കുന്നത്. ബട്ട് ഐ ടുക്ക് എ ഫേം ലൈൻ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഐ ടുക്ക് എ ഫേം ലൈൻ അല്ലെ, ഞാൻ വളരെ ഉറച്ചു തന്നെ നിന്നു. ട്രിക്കി വാസ് വെരി ഇൽ. ട്രിക്കി എങ്ങനെയാണ്, വളരെ ഇല്ലാണ് അല്ലെ, വളരെ അസുഖത്തിലാണ്. ആൻഡ് ദിസ് വാസ് ദ ഓൺലി വേ ടു സേവ് ഹിം. അവനെ സേവ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ്. ഐ തോട്ട് ഇറ്റ് ബെസ്റ്റ് ടു ടേക്ക് ഹിം വിത്തൗട്ട് ഡിലേ അല്ലെ, വിത്തൗട്ട് ഡിലേ അല്ലെ, അധികം താമസിക്കാതെ തന്നെ അവൻ എവിടേക്ക്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. Followed by Mrs. Pumphrey's wailings, I marched out to the car carrying the little dog wrapped in a blanket. അല്ലേ, എന്ത് ചെയ്തു, ഈ മിസ്സസ് പംഫ്രിയുടെ വെയിലിംഗ് എന്ന് വെച്ചാൽ വിലാപം അല്ലെ, കരച്ചിൽ. അപ്പോൾ മിസ്സസ് പംഫ്രിയുടെ കരച്ചിലോട് കൂടി ഞാൻ അവനെ എന്ത് ചെയ്തു, അവനെ റാപ്പ് ചെയ്തു അല്ലെ, ഒരു ടവലിൽ റാപ്പ് ചെയ്തു. The entire staff was roused and maids rushed in and out bringing his day bed, his night bed, favorite cushions, toys and rubber rings, breakfast bowl, lunch bowl, supper bowl. Realizing that my car would never hold all the stuff, I started to drive away. അല്ലേ, അപ്പോൾ ഇവനെ കൊണ്ടുവന്ന് കാറിൽ കയറ്റിയപ്പോഴേ, ട്രിക്കിയെ കൊണ്ടുവന്ന് കാറിൽ കയറ്റിയപ്പോഴേ ഇവരുടെ മെയ്ഡ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ, ജോലിക്കാരെല്ലാവരും എന്ത് ചെയ്തു, ആക്റ്റീവ് ആകാൻ തുടങ്ങി. അവരെന്താ ചെയ്തത്, ദ മെയ്ഡ്സ് റഷ്ഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രിങ്ങിങ് ഹിസ് ഡേ ബെഡ് അല്ലേ. മെയ്ഡ്സ്, ജോലിക്കാരികളെല്ലാം കൂടി എന്ത് കൊണ്ടുവരാൻ തുടങ്ങി, അവൻ്റെ ഡേ ബെഡ്,
അതുപോലെ തന്നെ നൈറ്റ് ബെഡ്, ഫേവറേറ്റ് കുഷൻസ്, ടോയ്സ് ആൻഡ് റബ്ബർ ബ്രിങ്സ്, പിന്നെയോ ബ്രേക്ക്ഫാസ്റ്റ് ബൗള്, ലഞ്ച് ബൗള്, സപ്പർ ബൗള് അല്ലേ. ഇങ്ങനെ അവൻ്റെ എല്ലാ തരത്തിലുള്ള സാധന സാമഗ്രികളുമായിട്ട് കാറിലേക്ക് വരാൻ തുടങ്ങി. അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ഇതെല്ലാം കൊണ്ടുപോകണം എന്ന് കരുതി അവരെല്ലാം കൊണ്ടുപോകും. റിയലൈസിങ് ദാറ്റ് മൈ കാർ വുഡ് നെവർ ഹോൾഡ് ഓൾ ദ സ്റ്റഫ് അല്ലേ. എൻ്റെ കാറിൽ ഈ സാധനം മുഴുവൻ കൊള്ളില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ്, ഐ സ്റ്റാർട്ടഡ് ടു ഡ്രൈവ് അവേ. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അത് ഓടിച്ച് പോകാൻ തുടങ്ങി. അസ് ഐ മൂഡ് ഓഫ്, ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ മിസ്സസ് പംഫ്രി വിത്ത് എ ഡിസ്പയറിംഗ് ക്രൈ ത്രോ ആൻ ആംഫുൾ ഓഫ് ലിറ്റിൽ കോട്ട്സ് ത്രൂ ദ വിൻഡോ അല്ലേ. എന്താണ്, ഒരു കരച്ചിലോട് കൂടി ഒരു പിടി, ആംഫുൾ ഒരു പിടി കോട്ട്സ് വാരി എന്ത് ചെയ്തു, ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. ഇവൻ്റെ കോട്ടാണ്, അതുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലേ. എന്നിട്ടോ ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ ബിഫോർ ഐ ടേൺ ദ കോർണർ ഓഫ് ദ ഡ്രൈവ്, എവരിബഡി വാസ് ഇൻ ടിയേഴ്സ് അല്ലേ. ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് തിരിഞ്ഞ് എൻ്റെ ടേൺ എടുക്കുന്ന സമയത്ത് പുറകിൽ ഇവരെല്ലാവരും, ഈ സ്റ്റാഫ്സും പംഫ്രിയും എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഔട്ട് ഓൺ ദ റോഡ് ഐ ഗ്ലെൻസ്ഡ് ഡൗൺ അറ്റ് ദ pathetic little animal gasping on the seat by my side. I patted the head and Tricky made a brave effort to wag his tail. Poor old lad, I said. You haven't a kick in you, but I think I know a cure for you. പറയാ, ഔട്ട് ഓൺ ദ റോഡ്, റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഐ ഗ്ലെൻസ്ഡ് ഡൗൺ അറ്റ് ദ pathetic little animal gasping on the seat by my side അല്ലേ. ഞാൻ ആ പെഥറ്റിക് അനിമലിനെ, പെഥറ്റിക് എന്ന് വെച്ചാൽ എന്താണ്, ദുരവസ്ഥ, മോശമായ അവസ്ഥ അല്ലേ. ആ മോശമായ അവസ്ഥയിൽ കിടക്കുന്ന, എൻ്റെ സൈഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന ആ അനിമലിനെ ഞാനൊന്ന് ഗ്ലെയിൻസ് എന്ന് വെച്ചാൽ നോക്കുക എന്ന് നോക്കി. ഐ പാറ്റഡ് ദ ഹെഡ്, ഞാൻ അവൻ്റെ ഹെഡിൽ, തലയിൽ എന്ത് ചെയ്തു, ഒന്ന് തലോടി. ആൻഡ് ട്രിക്കി മേഡ് എ ബ്രേവ് എഫേർട്ട് ടു വാഗ് ഹിസ് സ്റ്റൈൽ അല്ലേ. ട്രിക്കി എന്ത് ചെയ്തു, ഹി മേഡ് എ ബ്രേവ് എഫേർട്ട് അല്ലേ, വളരെ ധൈര്യപൂർവ്വമായിട്ടുള്ളൊരു ശ്രമം തന്നെ നടത്തി. എന്തിനു വേണ്ടിയിട്ട്, ടു വാഗ് ഹിസ് സ്റ്റൈൽ, അവൻ്റെ വാലൊന്ന് ഇളക്കാൻ ശ്രമിച്ചു, വാലൊന്ന് ആട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പുവർ ഓൾഡ് ലോട്ട് അല്ലേ, പാവം കുട്ടി. ഐ സെഡ്, ഞാൻ പറഞ്ഞു. യു ഹാവ് ഇൻ എ കെക്ക് ഇൻ യു അല്ലേ, നിൻ്റെ ഉള്ളിൽ എന്താണ്, ജീവൻ പോലും ഇല്ലല്ലോ. ബട്ട് ഐ തിങ്ക് ഐ നോ എ ക്യൂർ ഫോർ യു അല്ലേ. പക്ഷേ എനിക്കറിയാം നിനക്ക് എന്തുണ്ട്, ഒരു ക്യൂർ അല്ലേ ഉണ്ട്, ഒരു ചികിത്സ ഉണ്ട് എന്ന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, അത് എഴുതി വെച്ചോളണം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഈസ് മിസ്സസ് പംഫ്രി വറീഡ് അബൌട്ട് ട്രിക്കി. രണ്ട്, വാട്ട് ഡസ് ഷീ ഡു ടു ഹെൽപ്പ് ഹിം. ഈസ് ഷീ വൈസ് ഇൻ ദിസ്. തേർഡ്, ഹൂ ഡസ് ഐ റെഫർ ഇൻ ദ സ്റ്റോറി അല്ലേ. ഇത് 3 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, ബാക്കി ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് അയച്ചു തരും. ഓക്കെ.